ചെയ്ത അവസ്ഥയാവും. കാണാറുണ്ട് ഒരു പുതിയ പ്രോബ്ലം. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചോ. A rope 9 meter long is connected at A and B. 2 points on the same level 8 meter apart. A load of 300 Newton is suspended from a point C in the rope 3 meter from A. What load connected to point D on the rope 2 meter from B is necessary to keep the portion CD parallel to AB? അതായത് എ ബി എന്ന് പറഞ്ഞ ഒരു വലിയ ലെങ്ത്തിന്റെ അകത്ത് നമ്മളൊരു കയറ് കെട്ടി വെച്ചിരിക്കാം. എന്ന് ബിയിലേക്കുള്ള ദൂരം എനിക്ക് തന്നിട്ടുണ്ട്. എന്ന് ബിയിലേക്ക് എത്ര സെയിം ലെവൽ 8 മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സെയിം ലെവൽ 8 മീറ്റർ ആണ് എ ടു ബി എന്ന് പറഞ്ഞ ആ ഡിസ്റ്റൻസ്. അതായത് ഈ യെല്ലോ കളർ ലൈന്. പിന്നെ അതിൻ്റെ അകത്ത് നമ്മളൊരു 300 ന്യൂട്ടൺ ഉള്ള ഒരു സി എന്ന് പറഞ്ഞ പോർഷനിൽ ഒരു വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡി എന്ന് പറഞ്ഞ പോർഷനിൽ നമുക്ക് ഒരു അറിയാത്ത വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എ ബിയും സി ഡിയും പാരലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് വെയിറ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? അത് ഇക്വിലിബ്രിയം തന്നെയാണ്, പിന്നെ അനങ്ങാൻ പാടില്ലല്ലോ. പാരലായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അനങ്ങാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു കണ്ടീഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഡബ്ല്യു എന്ന് പറഞ്ഞ വെയിറ്റ് എത്ര കൊടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതായത് 2 വെയിറ്റ് ബോഡി ഉണ്ട്. ഒന്ന് ഇവിടെയും സിയിലൊരു ബോഡി നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട്, കെട്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തും നമ്മളൊരു ബോഡി കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എ സി ഡി ബി എന്ന് പറയുന്ന സാധനം എന്താണ്? റെഡ് കളറിൽ കാണിക്കുന്ന ഒരു റോപ്പാണ്, കയറ്. ആ കയറിന്റെ രണ്ടറ്റം നമ്മൾ എയിലും ബിയിലും കെട്ടി വെച്ചിട്ടാണ്. കയറിന്റെ മൊത്തം നീളം വരുന്നത് 9 മീറ്റർ ആണ്. എന്ന് ബിയിലേക്കുള്ള ദൂരം 8 മീറ്ററും എ സി ഡി ബി എന്ന് പറഞ്ഞ കയറിന്റെ വലിപ്പം 9 മീറ്ററാണ്. സംശയം ഞങ്ങൾ കൂട്ടി വയ്ക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ 3 + 4 7 7 + 2 9. അങ്ങനെയാണ് നമ്മൾ ഇവിടെ കെട്ടി വെച്ചിട്ടുള്ളത്. എന്ന് ബിയിലേക്കുള്ള ദൂരം 8 മീറ്റർ ആ നമ്മളുടെ ക്വസ്റ്റ്യൻ. ഒന്ന് എഴുതി വെച്ചോ എല്ലാവരും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ട്വിസ്റ്റ് ഒന്നുമില്ല, കുറച്ച് കണ്ടുപിടിക്കാനുണ്ട് മാത്രം. 2 ബോഡി ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്തോളാം.
മനസ്സിലങ്ങ് ധ്യാനിച്ചോളൂ. ഇവിടെ 2 ബോഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അതില്ലേ എല്ലാവരും എഴുതിയില്ലേ? നമുക്കൊരു തുടക്കം ഇട്ട് വെക്കാം. ഈ എ ബി എന്ന് പറഞ്ഞ സാധനം എന്താ? ഒരു റിജിഡ് ബോഡിയാണേ. അപ്പോൾ എ ബിക്ക് ഞാൻ ഇങ്ങനെ ഒരു ഡോട്ടർ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റിജിഡാണ്, അതിന് അനക്കൊന്നുമില്ല. നമ്മൾ സീലിംഗ് ഒക്കെ പോലെ. അങ്ങനെയാണെങ്കിൽ എയും ബിയിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. കയറിന്റെ മൊത്തം നീളം 9 മീറ്റർ ആണ്. സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ബോഡി ഉണ്ട്. നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അവിടെ ഒരു ബോഡി ഉണ്ട് എന്ന് അർത്ഥം. 300 ന്യൂട്ടൺ ഡയറക്റ്റ് അവർ ഫോഴ്സ് മാത്രം അവിടെ കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവിടെയും 2 ബോഡികൾ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ബോഡി ഇവിടെ ഉണ്ടെങ്കിൽ, സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ബോഡി ഉണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയായിരിക്കും ഫോഴ്സസ് ഉണ്ടാകുക? ഈ ബോഡി അടിങ്ങി ടച്ച് ചെയ്തിട്ടാന്നുള്ളത് അല്ലല്ല, ഇവിടെ കെട്ടിയിട്ടില്ലല്ലോ ഉള്ളത്. പക്ഷെ 2 ഭാഗത്തും എന്തുണ്ട്? കയറുണ്ട്. അപ്പൊ കയറിൽ സ്വാഭാവികമായിട്ട് എന്ത് അനുഭവപ്പെടും? ടെൻഷൻ അനുഭവപ്പെടും. അതെ, ടെൻഷൻ എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും? ബോഡിയിൽ നിന്ന് പുറത്തേക്കായിരിക്കും അല്ലേ? അപ്പൊ ഈ ഭാഗത്തൊരു ടെൻഷൻ ഉണ്ടാവും പുറത്തേക്ക്. ആ ടെൻഷന്റെ പേര് ഞാൻ തൽക്കാലം T1 എന്ന് കൊടുക്കാം. ടെൻഷൻ 1. കാരണം ഇത് വേറെ തന്നെ കയറാണല്ലോ, ഒരു 3 മീറ്റർ നീളമുള്ള കയറാണ്. അതുകൊണ്ട് T1 എന്ന് കൊടുക്കും. അതേപോലെ തന്നെ ഈ ബോഡീൻ്റെ അകത്ത് പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് എന്തുണ്ടാവും? ഒരു ടെൻഷൻ ഉണ്ടാവും. ഈ ബോഡീനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഇത്. T2 വേറൊരു ടെൻഷനാണ്. അപ്പൊ അത് ഞാൻ മാർക്ക് ചെയ്തു. ടെൻഷൻ 1ഉം ടെൻഷൻ 2. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡി എന്ന് പറഞ്ഞ ബോഡി എടുക്കുകയാണെങ്കിൽ ഇവിടെ ബി ഡി എന്ന് പറഞ്ഞ ഒരു കയറുണ്ടല്ലോ, അവിടെ എന്തുണ്ടാവും? ഒരു ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ എപ്പോഴും ബോഡിയിൽ നിന്ന് പുറത്തേക്കായിരിക്കും. അപ്പോൾ അവിടെ ഞാൻ T3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഡി എന്ന് പറഞ്ഞ ബോഡിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ടെൻഷൻ ഉണ്ടാവല്ലോ, ഇവിടെ ഒരു കയറുണ്ടല്ലോ. ഈ 2 ടെൻഷനും ഈക്വൽ ആയിരിക്കും, പ്രശ്നമൊന്നുമില്ല. അപ്പുറം ഇപ്പുറവും വന്നിട്ട് ഈക്വലായിട്ട് നിൽക്കുന്നതാണ്. ആ ടെൻഷൻ എത്രയായിരിക്കും? T2 തന്നെ അല്ലെ? സെയിം കയറല്ലേ? ഒരു കയറിന് ഒറ്റ ടെൻഷനെ അനുഭവപ്പെടുള്ളൂ, 2-3 ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഒരു വ്യക്തിക്ക് ഒരു ടെൻഷനൊക്കെ താങ്ങാൻ പറ്റുള്ളൂ, കുറെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കയർ CD എന്ന് പറഞ്ഞ കയറാണ്. ആ കയറിന് പ്രത്യേകിച്ച് വേറെ ടെൻഷനൊന്നുമില്ല. രണ്ടും എന്താണ്? സെയിം ടെൻഷനാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഓക്കെ, കഴിഞ്ഞ. ഇനി എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ നമ്മൾ മാർക്ക് ചെയ്യാൻ ബാക്കിയിട്ട്? വേറെ ഒന്നുമില്ലല്ലോ. ഈ ബോഡീനെ സംബന്ധിച്ചിടത്തോളം ഇനി വേറെ ഫോഴ്സസ് ഒന്നുമില്ല. സോ നമുക്ക് ധൈര്യമായിട്ട് എന്ത് വരയ്ക്കാം? ഇനി ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബോഡി തരാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ബോഡി ഇമാജിൻ ചെയ്തിട്ട് ഇങ്ങനെ വരക്കുകയാണേ. ഒരു ചെറിയൊരു ഡോട്ട്. ഈ ഡോട്ടിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? താഴത്തേക്ക് ഇതിൻ്റെ വെയിറ്റ് ഉണ്ട്. ഈ ബോഡീൻ്റെ പേര് കേൾക്കാതെ ഞാൻ സി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കാരണം സി എന്ന് പറഞ്ഞ പോയിന്റ് ആണല്ലോ. അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട്. പിന്നെ കറക്റ്റ് റൈറ്റ് സൈഡിലേക്ക് ഒരു ടെൻഷൻ ഫോഴ്സ് ഉണ്ട്. അതിൻ്റെ പേര് T2 എന്നായിരുന്നു. കഴിഞ്ഞില്ല. ഒരു T1 ഉണ്ട്, അതൊരു ആംഗിളിലാണ് ഉള്ളത്, ഇങ്ങോട്ടേക്ക് ഒരു ആംഗിളിൽ. ഇവിടെ ഒരു അനദർ ഫോഴ്സ് ഉണ്ട്, അതിൻ്റെ പേരെന്താന്ന്? T1. ഇത് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്താന്ന്? ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും അവിടെ വരച്ചു കൊടുക്കുക. വൈയും പിന്നെ ഇതിനൊരു ലൈൻ ഓഫ് ആക്ഷൻ ഉണ്ടല്ലോ, ആ ലൈൻ ഓഫ് ആക്ഷനും വരച്ചു കൊടുക്കുക. ഇനി അടുത്ത ഡി എന്ന് പറഞ്ഞ സാധനം എടുക്കും. ഡി എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ കുറച്ച് ഇങ്ങോട്ട് കിടക്കുന്നുണ്ട്. ഡി എന്ന് പറഞ്ഞ ബോഡി എടുക്കുകയാണേ. ഡി എന്ന് പറഞ്ഞ ബോഡി ഇവിടെയുണ്ട്. ഡിക്ക് താഴത്തോട്ട് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഇതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. വെയിറ്റിന് എനിക്ക് വാല്യൂ തന്നിട്ടില്ല, W എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ W എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതുന്നു. ഇവിടെ നമ്മളൊരു ഫോഴ്സ് മാർക്ക് ചെയ്യാൻ വിട്ടുപോയി, 300 ന്യൂട്ടൺ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. കഴിഞ്ഞില്ല. ഇനി അടുത്ത എന്തൊക്കെയാണുള്ളത്? ഒരു ഫോഴ്സ് ആംഗിളിൽ പോകുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. അതിന്റെ വാല്യൂ എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇട്ടുകൊടുത്ത പേര് T3 എന്ന് പറഞ്ഞായിരുന്നു.
അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഈ വാല്യൂ എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇട്ട് കൊടുത്ത പേര് T2 എന്നായിരുന്നു. അതൊക്കെ വരച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതിന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, അതിന്റെ ലൈൻ ഓഫ് ആക്ഷനും ഞാൻ വരച്ചു. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒന്നാമത്തെ ബോഡിയും രണ്ടാമത്തെ ബോഡിയും സെറ്റായി. ഫ്രീ ബോഡി ഡയഗ്രം കഴിഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി T1 എന്ന് പറഞ്ഞ സാധനവും T3 എന്ന് പറഞ്ഞതും ഒരു ആംഗിളിലാണ്. ബാക്കിയൊക്കെ കറക്റ്റ് നേർവഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എനിക്ക് ഏതെങ്കിലും ആംഗിൾ അറിഞ്ഞിരിക്കണം. ഒന്നുകിൽ ഇതറിയണം, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ എത്ര ആംഗിൾ എന്ന് അറിയണം. അത് രണ്ടും എനിക്ക് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. അതേപോലെ തന്നെ T3ന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ എനിക്ക് ഇത് അറിയണം, അല്ലെങ്കിൽ ഇപ്പുറത്തെ ആംഗിൾ അറിയണം. ഈ രണ്ട് ആംഗിൾ എനിക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ നേരെ എവിടത്തേക്ക് പോകണം? അത് കണ്ടുപിടിക്കാനുള്ള സെറ്റപ്പിലേക്ക് പോകണം. അത് കണ്ടുപിടിക്കാനുള്ള സെറ്റപ്പ് എന്ന് വെച്ചാൽ ഈ ഫിഗർ തന്നെയായിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിൽ തന്നെയാണ് ആ സെറ്റപ്പ് ഉണ്ടാകുക. ഏത് രീതിയിൽ നമുക്ക് ആ ആംഗിൾ കണ്ടുപിടിക്കാം എന്ന് ആലോചിച്ച് നോക്കി. T1 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. നമുക്ക് ആദ്യം അവിടുത്തെ നോക്കാം. T1 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ എനിക്ക് ഏത് ആംഗിൾ കിട്ടിയാൽ മതി? ഈ ഭാഗത്തുള്ള ആംഗിൾ അറിഞ്ഞാൽ മതി. ഈ ഒരു ആംഗിൾ അല്ലെ താഴത്തുള്ളത് പറഞ്ഞാൽ മതി, ഏതാണെങ്കിലും പ്രശ്നമില്ല. പക്ഷെ അത് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു എളുപ്പവഴി ഉണ്ടാവും. ചിന്തിച്ച് നോക്കിയേ. എന്തെങ്കിലും ഒരു എളുപ്പവഴി ഉണ്ടോ എന്ന് ചിന്തിച്ച് നോക്കിയേ. സോറി, ട്രയാങ്കിൾ ഉണ്ടാക്കൽ തന്നെയാണ് നമ്മളെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ. അപ്പൊ ട്രയാങ്കിൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം അത് നമ്മൾ അറിയാം. അപ്പൊ ഞാൻ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടി പോണേ. ACD എന്ന് പറഞ്ഞിട്ടൊരു ട്രയാങ്കിൾ എന്ന് വെച്ചാൽ വലിയ ട്രയാങ്കിൾ ആയിപ്പോയില്ലേ. ഞാൻ അതിന് വേറൊരു കുഞ്ഞു ട്രയാങ്കിൾ ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ വരച്ചാൽ ഇവിടെ എന്തായി? ഒരു ചെറിയൊരു ട്രയാങ്കിൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഞാനൊരു ഡോട്ടഡ് ലൈൻസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾ ഇല്ലേ, നോക്കിയേ. ഒരു ട്രയാങ്കിൾ ഇത്, മറ്റേ ട്രയാങ്കിൾ ഇപ്പുറം. ഇനി എനിക്ക് ആംഗിൾ കണ്ടുപിടിച്ചൂടെ? ഈ രണ്ട് ആംഗിൾ കണ്ടുപിടിക്കാലോ. ആ ആംഗിൾ തന്നെ ആയിരിക്കില്ലേ ഇവിടെയൊക്കെ ഉണ്ടാവുക. ഈ ആംഗിളും സെയിം അല്ലേ വരിക? അപ്പൊ ഞാൻ രണ്ട് ട്രയാങ്കിൾ വരച്ചു. ട്രയാങ്കിൾ വരച്ചപ്പോൾ എനിക്ക് രണ്ട് പുതിയ പോയിന്റുകൾ കിട്ടി. ഞാൻ പുതിയ പോയിന്റിന് വെറുതെ ഒരു പേരിട്ട് കൊടുക്കുകയാണ്. പേരൊക്കെ നമുക്ക് എന്തും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇയും എഫ് എന്ന് കൊടുത്തു. കാരണം ABCD വരെ കഴിഞ്ഞാൽ പിന്നെ EF അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ ഞാൻ EF എന്ന് പറഞ്ഞിട്ടൊരു പേരിട്ട് കൊടുത്തു. എനിക്ക് അറിയേണ്ടത് ഈ ആംഗിളാണ്. ഇത് θ1 ആയിരിക്കും. ഇപ്പുറത്ത് സ്വാഭാവികമായിട്ട് വേറെ ആംഗിൾ ആയിരിക്കും ഉണ്ടാവുക, θ2. രണ്ടും സെയിം ആവാൻ സാധ്യത. നമുക്ക് പിക്ചർ കണ്ടാൽ തന്നെ അറിയാം ഈ രണ്ട് ആംഗിളും എന്തായാലും സെയിം അല്ല. അതുകൊണ്ട് θ1 എന്നും കൊടുത്തു, θ2 എന്നും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാം? എനിക്ക് ഈ സൈഡ് അറിയാം, 3 മീറ്ററാണ്. ഇനി എനിക്ക് ഒന്നിക്കൽ ഈ സൈഡ് കിട്ടണം, അല്ലെങ്കിൽ ഈ സൈഡ് കിട്ടണം. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. അത് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടോ? ട്രയാങ്കിൾ വരെ ഞാൻ ഒപ്പിച്ചു. ഇത് കിട്ടണം. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ഓക്കെ, ഇവിടെ 4 മീറ്റർ തന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഈ ദൂരം എത്രയായിരിക്കും? ഈ നെഫിലേക്കുള്ള ദൂരം 4 മീറ്റർ തന്നെ ആയിരിക്കും. എന്ന് ബിയിലേക്കുള്ള മൊത്തം ദൂരം എനിക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, 8 മീറ്റർ ആണ്. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. A to B എന്ന് പറഞ്ഞ ദൂരം 8 മീറ്റർ ആണ്. അതിൽ ഈ നെഫിലേക്കുള്ള ദൂരം 4 മീറ്റർ ആണ്. പിന്നെ അവശേഷിക്കുന്ന എത്ര മീറ്റർ ആണ്? 8 മീറ്റർ ഇവിടെ പോയി. 8 മീറ്ററിനകത്ത് 4 മീറ്റർ നമ്മൾ ഈ നെഫിലേക്ക് പോയി. ബാക്കി ഈ രണ്ട് സ്ഥലവും കൂടി അവശേഷിക്കുന്നത് 4 മീറ്റർ ബാക്കിയുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങനെയാണ് എനിക്ക് അറിയാത്തൊരു വാല്യൂസ് ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ന് ഇയിലേക്കുള്ള ഈ ഒരു ദൂരം ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ X എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ F എന്ന് ബിയിലേക്കുള്ള ദൂരത്തിലായിരിക്കും. മൊത്തം 4 മീറ്റർ ഇനി അവശേഷിക്കുന്നത്. ഓൾറെഡി ഒരു 4 മീറ്റർ ഇവിടെ പോയി, 4 മീറ്റർ ഇനി ബാക്കിയുണ്ട്. ആ 4 മീറ്ററിനകത്ത് ഒരു X മീറ്റർ ഇവിടെ പോയി. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര മീറ്റർ ഉണ്ടാവും?
മനസ്സിലായില്ലേ? ആ അതന്നെ. ഇനി ബാക്കി അവശേഷിക്കുന്നത് 4 മൈനസ് എക്സ് അല്ലേ, കാരണം ഒരു എക്സ് മീറ്റർ ഇവിടെ പോയി. ബാക്കി അവശേഷിക്കുന്നത് എത്രയാണ്? 4 മൈനസ് എക്സ്. ആ ലോജിക്ക് മനസ്സിലായോ? പറഞ്ഞുതരാം. നമുക്കൊന്ന് വെറുതെ കൺസിഡർ ചെയ്യാം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് ആൻസർ കിട്ടിയിട്ടില്ലെങ്കിലും ഉത്തരം. ഇനി നമ്മളെ കയ്യിൽ 4 മീറ്റർ ബാക്കിയുള്ള. ഇൻ കേസ് ഇവിടെ 3 മീറ്റർ ആണെങ്കിൽ, 3 മീറ്റർ ആണെന്ന് വിചാരിക്കും. 3 മീറ്റർ ആണെങ്കിൽ ഇപ്പർ സൈഡ് എത്രയായിരിക്കും? നാളത്തെ 4 മീറ്ററിൻ്റെ അകത്ത് 3 മീറ്റർ ഇവിടെ പോയല്ലോ. അപ്പോൾ 4 മൈനസ് 3, അതായത് 1 മീറ്റർ ആയിരിക്കുമല്ലോ ബാക്കി ഉണ്ടാവുക. ഈ സെയിം ലോജിക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ഇവിടെ എക്സ് ആന്ന് എടുത്തു, ഈ 3-ന് പകരം എക്സ് ആന്ന് പറഞ്ഞിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 4 മൈനസ് എക്സ് അല്ലേ? അതിങ്ങനെ ചെറിയ ലോജിക്കായിരിക്കും. ഇനി എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും, എക്സിന്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും ധൈര്യമായിട്ട്. എപ്പടി കണ്ടുപിടിക്കും? ഇവിടെ എക്സ് എടുത്തു, ഇവിടെ 4 മൈനസ് എക്സ് എടുത്തു. കണ്ടുപിടിക്കണം. എന്ത് ചോക്കെ? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണ്ടത്, ഒന്ന് ആലോചിച്ച് നോക്ക് എങ്ങനെയാണ്. ഒരു ക്ലൂവും കൂടി തരാം എന്നാൽ. ഈ ഇ സി എന്ന് പറഞ്ഞ ദൂരവും എഫ് ഡി എന്ന് പറയുന്ന ദൂരവും സെയിം ആണ്. അതാണ് ലാസ്റ്റ് ക്ലൂ. ഇ സി എന്ന് പറയുന്ന ദൂരവും എഫ് ഡി എന്ന് പറയുന്ന ദൂരവും സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം വെച്ചിട്ട് എനിക്ക് ഈ 2 ട്രയാങ്കിളും കൂടി ചേർത്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എന്നോട് പറയാ, ഇ സി എന്ന് പറയുന്ന ഈ ദൂരം അത് തന്നെയാണ് എഫ് ഡി എന്ന് പറയുന്ന ദൂരം. കാരണം പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എടുക്കുക. ഇതും ഈ ലൈനും പാരലാണ്. സ്വാഭാവികമായിട്ട് ഈ 2 ദൂരം സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് പൈതഗോറസ് തിയറം ഈ 2 ട്രയാങ്കിളിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ആൻസർ. പറഞ്ഞുതരാം. ഇ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇ ഡി എന്ന് വെച്ചാൽ ഒരു സൈഡിന്റെ സ്ക്വയർ ആണ്. സ്വാഭാവികമായിട്ട് എ സിന്റെ സ്ക്വയർ മൈനസ് എ ഇന്റെ സ്ക്വയർ ആയിരിക്കും. കാരണം എന്താ? എ സി എന്ന് വെച്ചാൽ ആരാണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഒരു സൈഡിന്റെ സ്ക്വയർ ആയിരിക്കും മറ്റേ സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. കാരണം പൈതഗോറസ് തിയറം പറയുന്നത് എന്താണ്? എ സി സ്ക്വയർ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സൈഡുകളുടെ സ്ക്വയർ സം ചെയ്താൽ കിട്ടുന്നതാണ് എ ഇ സ്ക്വയർ. ഇതേ ഇക്വേഷൻ ഞാനൊന്ന് മാറ്റി എഴുതുന്നേ ഉള്ളൂ. ഡയറക്റ്റ് ഇ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ മൈനസ് എ ഇ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, തൽക്കാലം ഞാൻ ആ രീതിയിൽ തന്നെ എഴുതി തരാം. സോറി, ഇ സി അല്ലേ? സി ആണ്. ഇ സിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സിന്റെ സ്ക്വയർ ഇതാണ്. അപ്പം ഞാൻ ഈ ഒരു ഇക്വേഷൻ്റെ അകത്തുനിന്ന് അടുത്ത എഴുതിയ ഇക്വേഷനാണ്. എനിക്കറിയാത്തത് ഇ സി സ്ക്വയർ ആണ് കിട്ടേണ്ടത് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സിന്റെ സ്ക്വയർ മൈനസ് എ ഇന്റെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എ സി എത്ര തന്നിട്ടുണ്ട്? എ സി 3 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ എ ഇ എത്രയാന്ന് തന്നിട്ടുണ്ട്? എക്സ് ആണെന്ന് ഞാൻ എടുത്തിട്ടുണ്ട്, അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പം 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അതാണ് ഇതെന്ന് ഇ സിന്റെ സ്ക്വയർ. ഓക്കെ, ആ ഇക്വേഷൻ അവിടെ കിടക്കട്ടെ. അതേ മടി അപ്പുറത്തെ സൈഡ് ഒന്ന് ചെയ്ത് നോക്കിയാൽ. ഇവിടെ എനിക്ക് തന്നിട്ടുള്ളത് എഫ് ഡിന്റെ ആണ് എനിക്ക് അറിയേണ്ടത്. എഫ് ഡിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇതൊരു സൈഡാണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇതാണ്, ബി ഡി എന്ന് പറയുന്നത്. സോ ബി ഡിന്റെ സ്ക്വയർ മൈനസ് എഫ് ബിന്റെ സ്ക്വയർ ആണ്. എഫ് ഡി എനിക്കറിയില്ല, അവിടെ കിടക്കട്ട്. ഇറ്റ്സ് ഈക്വൽ ടു ബി ഡി എനിക്കറിയാം 2 ആണ്. സോ 2ന്റെ സ്ക്വയർ മൈനസ് എഫ് ബി. എഫ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 4 മൈനസ് എക്സിന്റെ
സ്ക്വയർ. ബ്രാക്കറ്റ് ഇടണേ, മറന്നു വരുത്. 4 മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഒറ്റ ടേമിന്റെ സ്ക്വയർ ആണ്. 4 മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇവിടെ തന്നിട്ടുള്ളത്. സോ അവിടെ ഞാൻ ബ്രാക്കറ്റ് ഇട്ടു ഓൾറെഡി. ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലെത്തേണ്ട സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇനി എനിക്ക് സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും? 2ന്റെ സ്ക്വയർ എത്രയാണെന്ന് വെച്ചാൽ 4 എനിക്കറിയാം. മൈനസ് സ്ഫടികത്തിന്റെ അകത്ത് ചോദിച്ച ചോദ്യം എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? ബ്രാക്കറ്റ് അവിടെ തന്നെ എടുക്കട്ടെ. ബ്രാക്കറ്റ് ഞാൻ എടുക്കുന്നില്ല, പുറത്തേക്ക് എടുക്കാം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab എന്ന് വെച്ചാൽ 4b പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതേപോലെ തന്നെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. കണ്ടുപഠിച്ചതാ. പഠിയത്തിൻ്റെ അകത്തൊക്കെ പടത്തിൻ്റെ അകത്തൊക്കെ ഉണ്ട് ചിലരും ചോദിക്കുന്നത്. ബബ്ബ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കില്ലേ, ആ സെയിം സാധനം അവിടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ പറയാം? 4 മൈനസ് 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 മൈനസ് 2 ഇൻറ്റു 4 ഇൻറ്റു എക്സ്. 2 ഇൻറ്റു 4 ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ 2 4 8 8x പ്ലസ് എക്സ് സ്ക്വയർ. ഇനി എന്ത് ചെയ്താ താത്തട്ടെ? ഈക്വൽ ടു 4 മൈനസ്, ഈ മൈനസിനെ അടുത്ത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ പോവാം. സോ മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് വെച്ചാൽ മൈനസ് തന്നെയാണ്, മൈനസ് 16. ഇനി ഈ മൈനസിന് എടുത്തിട്ട് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ മൈനസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പ്ലസ് ആയിട്ട് പ്ലസ് 8x. പിന്നെ മൈനസും പ്ലസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 മൈനസ് 16 എന്ന് വെച്ചാൽ എത്രയാണ്? മൈനസ് 12 പ്ലസ് 8x മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് എഫ് ഡിന്റെ സ്ക്വയർ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇ സിയും എഫ് ഡിയും എന്താണ്? ഒരേ വാല്യൂസ് അല്ലേ? സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേറ്റ് ചെയ്തൂടെ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ട് ഈക്വൽ ആണ്. ഇ സി ഇസ് ഈക്വൽ ടു എഫ് ഡി ആണ്. കാരണം എന്താ? ഇ സി ഇസ് ഈക്വൽ ടു എഫ് ഡി ആണ്. സ്വാഭാവികമായിട്ട് എനിക്ക് ഇക്വേഷന് എന്ത് ചെയ്താ? 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ടു മൈനസ് 12 പ്ലസ് 8x മൈനസ് എക്സ് സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്തോ? അറിയില്ലേ സിംപ്ലിഫൈ ചെയ്യാൻ? മൈനസ് എക്സ് സ്ക്വയർ ലെഫ്റ്റ് സൈഡിലുണ്ട്, മൈനസ് എക്സ് സ്ക്വയർ റൈറ്റ് സൈഡിലുണ്ട്. ഇനി അത് അറിയില്ലെങ്കിൽ 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഇപ്പുറത്തുള്ള സാധനം ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്താവും? പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ? പിന്നെ മൈനസ് 12 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? പ്ലസ് 12. പിന്നെ പ്ലസ് 8x ഇപ്പുറം വരുമ്പോൾ എന്താവും? മൈനസ് 8x. ഇത് മൊത്തം ഈക്വൽ ടു 0. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ക്യാൻസലാക്കി. 3ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 9 ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ ഒഴിവാക്കിയ എക്സിൻ്റെയും ഈ മൈനസ് എല്ലാം പോയി കിടക്കട്ടെ. പ്ലസ് 12 മൈനസ് 8x ഈക്വൽ ടു 0. 9ഉം 12ഉം എത്രയാണ്? 12ഉം 9ഉം 21 ആണെന്നാണ് ഞാൻ പഠിച്ചത്. മൈനസ് 8x ഈസ് ഈക്വൽ ടു 0. സോ 21 മൈനസ് 8x അപ്പുറം പോകുമ്പോൾ എന്താവും? പ്ലസ് 8x ആവും. സോ എക്സ് ഈസ് ഈക്വൽ ടു 21 ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു എത്ര വരും? 21 ഡിവൈഡഡ് ബൈ 8 കൊടുക്കും ഈക്വൽ ടു 2.625 അല്ലേ? അത്രയും മീറ്റർ കിട്ടി. ഇത്രയും പണി ഞാൻ എടുത്തു ആരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? നമ്മളിവിടെ അറിയാണ്ട് ചേർത്ത ഒരു സാധനത്തിനാണ്, അതായത് എക്സിനെ. ഈ ഒരു എക്സിനെ കണ്ടുപിടിക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പൊ ഈ എക്സിന് വരെ എനിക്ക് എന്ത് കൊടുക്കാനി? ഇപ്പൊ എനിക്ക് കിട്ടിയത് 2.625 മീറ്റർ.
അങ്ങനെയാണെങ്കിൽ 4 - x എത്രയായിരിക്കും? 4 - x, അതായത് എഫ് ബി എന്ന് പറഞ്ഞ ദൂരം എത്ര ആയിരിക്കണം? 4 - 2.625 എത്രയാണ്? 1.375 അല്ലേ? 1.375 മീറ്റർ. ഇപ്പൊ എനിക്ക് എല്ലാ ദൂരമായി. ഈ ഒരു ട്രയാങ്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ സി ഇ എ, ഈ ട്രയാങ്കിൾ ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും അവിടുത്തെ θ1 എങ്ങനെ കണ്ടുപിടിക്കുക? തീറ്റനെ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും ഇത് ഓപ്പോസിറ്റ് സൈഡാണ്, ഇത് ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അപ്പോൾ ആരെയാ നമ്മൾ കൊണ്ടുവരിക? സൈനാണ് കണ്ണ് തുറന്ന പാട് കിട്ടുന്ന ആൾക്കാരെ എടുക്കുക. അപ്പോൾ sin θ1 = 2.625 divided by 3 എന്നുവെച്ചാൽ θ1 = sin ഇൻവേഴ്സ് ബ്രാക്കറ്റ് ഇട്ടിട്ട് 2.625 divided by 3 എന്ന് എഴുതും. എത്ര കിട്ടും? എനിക്ക് കിട്ടിയ ഉത്തരം 61.04 ഡിഗ്രിയാണ്. 04 ഡിഗ്രിയാണ്. നിങ്ങൾക്ക് എന്താ കിട്ടിയെന്ന് എനിക്കറിയില്ല. അതന്നെയല്ലേ കിട്ടിയ? അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണേ. ഇവിടെ θ2 എനിക്ക് കണ്ടുപിടിക്കണമല്ലോ. അത് എവിടെയാണുള്ളത്? ഇപ്പുറത്തെ സൈഡിലാണ്. ഇവിടെ എനിക്കറിയാം θ2ൻ്റെ അകത്ത് നേരെ നോക്കി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡാണ് കാണുന്നത്. പിന്നെ ഇത് ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ ആരെന്നെയാണ് വരേണ്ടത്? sin θ2 = ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 1.375 ആണ്, ഡിവൈഡഡ് ബൈ 2. θ2 = sin ഇൻവേഴ്സ് 1.375 divided by 2 which will be equal to, എനിക്ക് കിട്ടിയ ഉത്തരം 43.43 ഡിഗ്രി. നിങ്ങൾക്ക് എന്താണാവോ കിട്ടിയത്? അത് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ പരിപാടിയും കഴിഞ്ഞല്ലോ. θ1 എനിക്കറിയാം, θ2 എനിക്കറിയാം. അത് ഞാൻ എവിടെ കൊടുക്കുന്നു? ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എത്രയാണ്? ഫസ്റ്റ് കിട്ടിയത് 61.04. 61.04. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് എനിക്ക് കിട്ടിയ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 43.43. ഇനി എനിക്ക് പതിവ് പരിപാടികളേ ഉള്ളൂ, പെട്ടെന്ന് തീരുന്ന പരിപാടികളാണ്. ഏതൊന്ന് ആംഗിളൊക്കെ കിട്ടി. അപ്പൊ ഞാൻ ഒന്നാമത്തെ ഫിഗർ എടുക്കുകയാണെ. ഒന്നാമത്തെ ബോഡീനെ കൺസിഡർ ചെയ്യുന്നു. ഫിഗർ 1. സിഗ്മ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇത് ഒന്നാമത്തെ രണ്ടാമത്തെ എടുക്കുക. കാരണം രണ്ടിൻ്റെ അകത്ത് 3 ഫോഴ്സസേ ഉള്ളൂ. ഒന്നിക്കൽ നിങ്ങൾക്ക് ലാമിസ് തിയറം ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. ലാമിസ് തിയറം തന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. എന്നും ആംഗിൾ എടുക്കുന്ന സമയത്ത് നമുക്ക് പിരാന്തായിപ്പോ. അതിനെക്കാട്ടിയും നല്ലത് ഈ രീതിയിൽ തന്നെ അങ്ങ് ചെയ്തു പോകുന്നതാണ്. എക്സ് ഡയറക്ഷനിൽ ഏതൊക്കെയാ ഫോഴ്സ് ഉള്ളത്? T2 ഉണ്ട്, വലത്തോട്ടേക്കാണ്. സോ പോസിറ്റീവ് തന്നെ T2. പിന്നെ ഏതാ ഉള്ളത്? T1ന്റെ ഒരു 2 കമ്പോണന്റ് ഉണ്ട്. ഒന്ന് ഇങ്ങോട്ടേക്ക്, ഇത് T1 ഇവിടെ ആംഗിൾ ഇല്ലാത്തതുകൊണ്ട് sin 61.04 ആയിരിക്കും. അതുതന്നെ ഇവിടുന്ന് മുകളിലേക്ക് അതെന്തായിരിക്കും? T1 cos 61.04. അതിൻ്റെ അകത്ത് എക്സ് ഡയറക്ഷനിൽ പോകുന്നത് ആരാണ്? T1 സൈൻ ആണ്. സോ എന്ത് കൊടുക്കേണ്ടി വരും? ലെഫ്റ്റിലേക്കാണ് പോകുന്നത്, മൈനസ് T1 സൈൻ 61.04 മൊത്തം ഈക്വൽ ടു 0. അതേപോലെ തന്നെ ഇനിയൊന്നും ഇതിൻ്റെ അകത്ത് ചെയ്യാനില്ലല്ലോ. ചെയ്യാനുണ്ട്. സൈൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ T2 മൈനസ് T1 ഇൻറ്റു സൈൻ 61.04 എന്ന് പറയുന്ന ഉത്തരമാണ്. സൈൻ 61.04 വാല്യൂ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.
സൈൻ 61.04 എത്രയാ? ഞാൻ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. സൈൻ 61.04 എന്ന് പറയുന്നത് 0.87 ഓക്കെ. പിന്നെ സിഗ്മ എഫ് ഓഫ് വൈ എടുക്കും. ഇംപ്ലൈസ് വൈ ഡയറക്ഷനിലുള്ള എല്ലാ ഫോഴ്സസും. മുകളിലേക്ക് ആരുണ്ട്? T1 cos 61.04 ഉണ്ട്. താഴത്തേക്ക് ആരുണ്ട്? 300 ഉണ്ട്. അപ്പൊ -300 ഈക്വൽ ടു 0. which implies T1 cos 61.09 എത്ര? cos 61.09 എന്ന് പറയുന്നത് 0.483 ആണ്. -300 ഈക്വൽ ടു 0. which implies T1 into 0.483 ഈക്വൽ ടു -300 അപ്പുറം പോകുമ്പോൾ +300. So T1 equal to 300 divided by 0.483 which is equal to എന്താ വരിക? 300 divided by 0.483. നമുക്ക് കിട്ടിയത് 621.11 അത്രയും ന്യൂട്ടൺ. നിങ്ങൾക്കെല്ലാം എന്താ കിട്ടിയത്? എല്ലാവരും നിർത്തിപ്പോയാ? ഒന്നും കിട്ടിയില്ലേ ആയിരിക്കും? ഇതന്നെ കിട്ടിയല്ലേ? ഓക്കെ. T1 കിട്ടിയല്ലോ. T1 കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നേരെ ഇനി എന്തിനകത്ത് കൊടുക്കാം? ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. സോ ഞാൻ ഈ ഇക്വേഷൻ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. എന്താ ഉള്ളത്? ആ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്: T2 മൈനസ് T1 ഇൻറ്റു 0.874 ഈക്വൽ ടു 0 എന്നാണ്. T2 എനിക്കറിയില്ല, അവിടെ തന്നെ കിട്ടും. മൈനസ് T1ന്റെ വാല്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ട് 621.11 ഇൻറ്റു 0.874 ഈക്വൽ ടു 0. അപ്പൊ T2 മൈനസ് 621.11 ഇൻറ്റു മറ്റേ എത്ര? 621.11 ഇൻറ്റു 0.874 എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത് 542.85 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ T2 ഈക്വൽ ടു -540 ഈക്വൽ ടുന്റെ അപ്പുറം പോകുമ്പോൾ പ്ലസ് ആയി 542.85 അത്രയും ന്യൂട്ടൺ. എൻ്റെ കൂടെ തന്നെ ചെയ്തു നോക്കുക. അങ്ങനെയാണെങ്കിൽ 542. ഓക്കെ, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കഴിഞ്ഞില്ലല്ലോ. രണ്ടാമത്തെ ഫിഗർ അവിടെ കിടക്കുക. നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടും കൂടിയില്ല. അപ്പം ഞാൻ രണ്ടാമത്തെ ഫിഗറിലേക്ക് പോവാണേ. ജസ്റ്റ് ഇക്വേഷൻ മാത്രം പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ സോൾവ് ചെയ്തോ. സെക്കൻഡ് ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ സിഗ്മ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എടുത്ത് കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിലുള്ള എല്ലാ ഫോഴ്സസും. ഇവിടെ എനിക്കറിയാം ഇത് മാത്രം ഒരു ചെരിവിലാണ്. സോ ഇവിടെ T3 ആംഗിൾ ഇല്ലാത്തതുകൊണ്ട് സൈൻ 43.43 ആയിരിക്കും. അതിന് ഇവിടുന്ന് മുകളിലേക്ക് ആരുണ്ട്? T3 കോസ് 43.43. അപ്പൊ ഞാൻ സിഗ്മ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള എല്ലാ ഫോഴ്സും എടുക്കണം. ഇത് എങ്ങോട്ടേക്കാ? പോസിറ്റീവ് സൈഡിലേക്ക് തന്നെ. സോ അത് പ്ലസ് തന്നെ. T3 സൈൻ 43.43. പിന്നെ ആരുണ്ട്? T2 ലെഫ്റ്റിലേക്കുണ്ട്. അപ്പൊ മൈനസ് T2 ഈക്വൽ ടു 0. T2ന്റെ വാല്യൂ എനിക്ക് അറിയുന്നതാണ്. സോ T3 ഇൻറ്റു സൈൻ 43.43 മൈനസ് T2ന്റെ വാല്യൂ എനിക്കറിയാം. T2 എത്രയായിരുന്നു കിട്ടിയത്? 542.85. 542.85 ഈക്വൽ ടു 0. ഇതിൻ്റെ അകത്ത് എനിക്ക് T3ന്റെ വാല്യൂ കിട്ടും
നോക്കുക എത്രയാ കിട്ടുന്നതെന്ന്. എത്രയാ കിട്ടുന്നത്? T3 is equal to ഏകദേശം 700 എത്ര കിട്ടുന്നത് പറഞ്ഞ കണക്കൂട്ടി തന്നെ പറഞ്ഞത്, ഏകദേശം പറയുന്നില്ല. 542.85 divided by sin 43.43 789.63 ന്യൂട്ടൺ കിട്ടി. തന്നെയല്ലേ കിട്ടുന്നത്? അല്ലേ? ലാസ്റ്റ് T3 തന്നെയല്ലേ കിട്ടിയ? കഴിഞ്ഞു. ഇനി നമ്മളൊന്നും കണ്ടുപിടിക്കാനില്ല. കാരണം നമുക്കറിയാനുള്ള സിഗ്മ എഫ് ഓഫ് വൈ ഒന്നും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണ്ട. കാരണം എന്താ, നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള T1 T2 W കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിഗ്മ എഫ് ഓഫ് വൈയും കണ്ടുപിടിക്കണം. ആ സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു 0 എടുത്തു. വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് ആരൊക്കെയാണ്? ഫിഗർ ഇടിന്റെ മറന്നു പോരുത്, ഇടിണ്ട് ഫിഗർ. എത്ര കിട്ടിയ? T1 621.11 ഇവിടെ ഉണ്ട് കണ്ടുപിടിച്ചിട്ട്. അത് കഴിഞ്ഞ കളിയിലെ നമുക്ക് കിട്ടിയ സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു 0 എടുക്കുന്നു. അപ്പൊ T3 കോസ് 43.43 അത് പോസിറ്റീവ് ആണ്, മുകളിലേക്കാ പോകുന്നത്. സോ അത് പോസിറ്റീവ്. മൈനസ് W ആണ്. W താഴത്തേക്കാണ്. അതിന് കോസും സൈനൊന്നും ഇല്ല, കാരണം അത് നേർവഴിക്ക് പോകുന്ന ആളാണ്. ഡെൽറ്റ 0. T3 എനിക്ക് കിട്ടിയിട്ടുണ്ട് 789.63 ഇൻറ്റു കോസ് 43.43. എത്ര കിട്ടിയേ? 619 കിട്ടിയ മൈനസ് 542.85 0. W എന്താ നിങ്ങൾ 728 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്? W സീക്വൽ ഇത് കൊടുത്താൽ മതി. എന്നിട്ട് 789.63 ഇൻറ്റു കോസ് 43.43 573.44 ന്യൂട്ടൺ കിട്ടും. കഴിഞ്ഞു. അതായത് അത്രയും ഭാരമുള്ള സാധനം വെച്ചാലേ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ഇതിനെ കിട്ടുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. 573.44. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മളിവിടെ ഈ ഡബ്ല്യുവിന് പകരം വെക്കേണ്ടത് ഇപ്പൊ കിട്ടിയ ഉത്തരത്തിന്റെ ആൻസർ ആണ്. ഡബ്ല്യുക്ക് പകരം 573.44 ന്യൂട്ടൺ അപ്ലൈ ആണ്. ഓക്കെ, ഇനിയും വെറുപ്പിക്കുന്നില്ല, നമ്മുടെ സമയം കഴിഞ്ഞ്. അതുകൊണ്ട് ഒരു മിനിറ്റ് പെട്ടെന്ന് ഒന്ന് അറ്റൻഡൻസ് നോക്കട്ടെ. ആരും പോരുത്, അറ്റൻഡൻസ് നോക്കിയിട്ട്